ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏഴാറ്റുമുഖമാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, അത് യൂട്യൂബിൽ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ടിക്കറ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. അത് അന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ നേരം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. നമ്മൾ ആദ്യം കരുതിയത് ഫുഡ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കഴിക്കാനാണ്. പക്ഷെ അവർ പറഞ്ഞു പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡ് അകത്തുനിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നേരെ റിട്ടേൺ അടിച്ച് ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിക്കാനായിട്ട് കരുത്. അതാണ് കയ്യിൽ ഡ്രസ്സൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ രണ്ട് ഫാമിലീസും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആക്കി സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല രീതിക്ക് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കയറിയപ്പോൾ നമുക്ക് അത്ര വിശപ്പൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം നമ്മളെല്ലാവരും കൂടി പോവാണ് കേട്ടോ വെള്ളത്തിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ അവിടെ പുതുതായിട്ട് ഡ്രസ്സിങ് റൂമും കാര്യങ്ങളെല്ലാം നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ്, കഴിഞ്ഞ വീട്ടിൽ നമ്മൾ വരട്ടുണ്ട്, ഇഷ്ടം പോലെ കുരങ്ങുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിയിലും പിന്നെ അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ കുരങ്ങുണ്ട്. അതുകൊണ്ട് നമുക്ക് കുരങ്ങന്മാരൊക്കെ കണ്ടുകൊണ്ട് പോവാം കേട്ടോ. ബാപ്പ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. 2 പ്രാവശ്യം വന്നപ്പോൾ ഞാനും ഉമ്മയും മിന്നൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാപ്പ നാട്ടിലായിരുന്നു. അപ്പം ബാപ്പാക്ക് പൊതുവേ ഇങ്ങനെ വെള്ളത്തെ ഇഷ്ടമൊന്നുമല്ല, വെള്ളത്തിൽ അത്ര ഇതൊന്നും ഇല്ല. പക്ഷേ ഈ സ്ഥലം ബാപ്പാക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കോമൺ പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഗൈസ് ഓരോ വർഷം കൂടുമ്പോൾ വരുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം അതുപോലെ തന്നെ പഴയതുപോലെ തന്നെയാണ്. കാണാനും ആംബിയൻസും തണുപ്പായിക്കോട്ടെ എല്ലാം കേട്ടോ. പുറത്ത് നല്ല ചൂടുണ്ട് നിൽക്കുമ്പോഴായിക്കോട്ടെ, പക്ഷെ വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റി. നമ്മൾ ഏകദേശം എപ്പോഴത്തെയും കാട്ടിയും കുറേ ഹവേഴ്സ് കൂടുതലാണ് ഈ പ്രാവശ്യം വെള്ളത്തിൽ കളിച്ചത്. നമ്മൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് വെള്ളത്തിൽ കളിക്കാൻ പറ്റി കേട്ടോ. ഇപ്രാവശ്യം കുറച്ചുകൂടി നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ അധികം നേരം തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പില്ലാത്ത വെള്ളം ആയിക്കൊണ്ട് തന്നെ നല്ല രീതിക്ക് കളിക്കാനൊക്കെ. പിന്നെ ഇതങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടോ. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ഡീപ്പായിട്ട് പറയാത്ത എന്താ വെച്ചാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ അധിക കാര്യങ്ങളൊന്നും പറയാത്തത്. അത് കാണാത്തവർ എന്തായാലും നമ്മളെ യൂട്യൂബിൽ കുറച്ചൊന്ന് കാണാം. അപ്പം നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ ഞാൻ അവിടുത്തെ ഒരു ഊനാലിലൊക്കെ കയറി ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്തു. പാർക്കിലും തൂക്കുപാലത്തിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. അവർ പാർക്കിൽ പോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം സമയമായി. ഇപ്പം 5 മണി വരെയുള്ളൂ അവിടെ കളിക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ഇറങ്ങണം. ഇറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാനായി. നിങ്ങളെ ഫാമിലീസ് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്ത് 2K പെട്ടെന്ന് തന്നെ ആക്കാം. 2K മാത്രം പോരാ, അതിലും മുന്നോട്ട് പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ്സിൽ പറയണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണേ ഗൈസ്. ബൈ.